വോക്സ് കഴിഞ്ഞ ദിവസം എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ വിഷയം, മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ മമ്മൂട്ടിയുടെ അസുഖത്തെ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ആ മഹാനടൻ പാലിക്കുന്ന നിശബ്ദതയെക്കുറിച്ച് വോക്സ് പറഞ്ഞതാണ്. മമ്മൂട്ടിയോട് ഈ സമൂഹം കാണിക്കേണ്ട ഒരു ബാധ്യത, ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചും പറഞ്ഞതാണ്. അതിനുശേഷം ഇന്നലെ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതവിശ്വാസത്തെ ഇങ്ങനെ സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിച്ചു കീറി ഒട്ടിക്കുന്നതിനെ കുറിച്ചും മുസ്ലിം മതവിശ്വാസികളോടായി വോക്സ് പറഞ്ഞൊരു നിലപാടുണ്ട്. കഴിയുന്നത്ര നിശബ്ദത പാലിക്കുക. ഒരു കാരണവശാലും അനാവശ്യമായ പരാമർശങ്ങൾ പറഞ്ഞ് അനാവശ്യമായി വിവാദങ്ങളിൽ തലയിട്ട് ഒരു കാരണവശാലും ഇസ്ലാം മതത്തിനെ പരിഹാസ്യ രൂപേണ ചിത്രീകരിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്നുള്ളത്. വിഷയം ഇതായിരുന്നു. മോഹൻലാൽ ശബരിമലയിൽ മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ നടത്തിയ ഉഷപൂജ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം എന്ന് അബ്ദുള്ള പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നാസർ ഫൈസി കൂടത്തായിയെ നിർബന്ധിച്ച് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ശ്രീജിത്ത് പണിക്കരും രാഹുൽ ഈശ്വറും എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നാസർ ഫൈസിയോട് ചോദിക്കുകയാണ്, എന്താണ് അതിനകത്തെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്? മമ്മൂട്ടി തൗബ ചെയ്യണമെന്നുള്ള അബ്ദുള്ളയുടെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത്? വളരെ മാന്യമായി നാസർ ഫൈസി പറഞ്ഞു വെച്ചു, അതൊരു മതസൗഹാർദ്ദപരമായ കാര്യമാണ്, ചർച്ചായുക്തി യോഗ്യമായ കാര്യമല്ല, മതസൗഹാർദ്ദം ഊട്ടിയുറക്കേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. വീണ്ടും ചോദിക്കുന്നു, മതവിധി എന്ത്, മതപരമായ കാര്യങ്ങൾ എന്ത്? അങ്ങനെ പറയുമ്പോൾ നാസർ ഫൈസി പറയാൻ ഉത്തരവാദിത്തമുള്ള ഒരു മതപണ്ഡിതൻ എന്നുള്ള രീതിയിൽ ഇസ്ലാം മതം ഏകദൈവ വിശ്വാസത്തിൽ ഊന്നുന്നത് കൊണ്ട് തന്നെ മതവിധി പ്രകാരമുള്ള ഒരു പരാമർശം പറയുന്നു. ശ്രീജിത്ത് പണിക്കരും രാഹുൽ ഈശ്വറും ആ മുഖ്യധാരാ മാധ്യമ വാർത്താ ചാനലിൽ അവതാരകനും എല്ലാം കയറി വലിയ രീതിയിൽ ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്നു. ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ വളരെയധികം ശ്രദ്ധിച്ച് കാതോർക്കുന്ന അഹമ്മദ് കബീർ ബാക്കവി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. വോക്സ് പറഞ്ഞതും അഹമ്മദ് കബീർ ബാക്കവി പറഞ്ഞതും ഒരേ സ്വരത്തിൽ, ഒരേ ധാര, ഒരേ ആശയം തന്നെ ആവുകയാണ്. ഒന്ന് കേട്ടു നോക്കൂ. മമ്മൂട്ടിയുടെ തൗബയല്ലല്ലോ നമ്മുടെ വിഷയം, നമ്മുടെ തൗബയല്ലേ. അവനാൻ എത്ര ചെയ്തു എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഹംദാനില് വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ചേച്ചിമാരാണ്, അവരൊക്കെ ഹൈന്ദവ മതവിശ്വാസികളല്ല. അവര് ചിലപ്പോഴൊക്കെ പറയും, എന്നോട് പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ വരുമ്പോ അവരൊക്കെ പറയാറുണ്ട്, ഉസ്താദിന്റെ ദീർഘായുസിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഏത് സമയത്ത് ഞങ്ങൾ വിളക്ക് വെക്കുമ്പോഴും ഉസ്താദിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. ഞാനിപ്പോ എത്ര തൗബ ചെയ്താൽ മതിയാവും? നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഒരു സ്നേഹത്തോടെ നടക്കുന്ന ഈ കാലത്ത് എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിൽ അതവരുടെ നന്മ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സാഹോദര്യ ബന്ധത്തിന്റെ ഭാഗമാണ്. അതിനൊക്കെ ആ രീതിയിൽ കാണുന്നതിനപ്പുറം അതിനെ പിന്നെ വലിച്ചിളക്കി കൊണ്ടുവന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്രമേൽ പരിഹാസിക്കപ്പെടേണ്ട ഒന്നായി പിന്നെ കാത്തു നിൽക്കുന്ന ചാനലുകൾ അതൊരാഘോഷമാക്കി. ഇപ്പൊ നമ്മുടെ വലിയ വിഷയം ഈ മമ്മൂട്ടിയുടെ തൗബയെ കുറിച്ചിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനാന്റെ കാര്യങ്ങളിൽ ആകുലരാവുകയും അവനാന്റെ പാപങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക, അനാവശ്യമായ സംസാരങ്ങളിൽ, ചർച്ചകളിൽ നിന്നും വിട്ടു നിൽക്കുക.